വനംവകുപ്പിന്റെ നിയന്ത്രണങ്ങൾ പാലിച്ച് പൂരം നടത്താനാകില്ലെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ആന ഉടമകളും. നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്നാണ് ഇവരുടെ നിലപാട്. അതേസമയം ആനകൾ തമ്മിൽ 50 മീറ്റർ അകലം വേണം എന്ന തീരുമാനത്തിൽ ഭേദഗതി വരുത്തണമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു. ലിഷോയ്, എന്തൊക്കെ നിബന്ധനകളാണ് ഇപ്പോഴും തുടരുന്നത്? എന്തൊക്കെ നിബന്ധനകളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയായി പൂരം സംഘാടകർ ഉയർത്തിക്കാണിക്കുന്നത് ആനകളുമായി ബന്ധപ്പെട്ട ആനകളിൽ നിന്ന് 50 മീറ്റർ മാറി മാത്രമേ മേളവും അതുപോലെ തന്നെ തീവെട്ടിയും നിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ പൂരപ്പറമ്പിന് പുറത്ത് മാത്രമേ ഈ മേളക്കാർക്ക് നിൽക്കാൻ സാധിക്കൂ, ആനകൾ നിൽക്കുന്നിടത്ത് നിന്ന് 50 മീറ്റർ മാറിയാണെങ്കിൽ എന്നുള്ളതാണ്. അതേസമയം അങ്ങനെയുള്ളൊരു യാതൊരു വിധത്തിലുള്ള സർക്കുലറുമായി അനുകൂലിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു തീരുമാനം. അല്പസമയം മുമ്പാണ് റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലയിലെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ്, അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ആ സമയത്ത് പറഞ്ഞത് ഇത്തരത്തിൽ ആ ഒരു നിലപാടിൽ നിന്ന് മയപ്പെടുത്തേണ്ടി വരും, അതിനോടൊപ്പം തന്നെ പൂരത്തിന് യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാകാത്ത രീതിയിലായിരിക്കും നടത്തിപ്പെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി ദേവസ്വങ്ങൾ അവരുടെ തീരുമാനത്തിൽ നിന്ന് അല്പം മയവ് വന്നിട്ടുണ്ട്. എന്തായാലും പൂരം പ്രതിസന്ധിയില്ലാതെ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ദേവസ്വങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. പക്ഷേ അപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആനയുടമകൾ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഈ തൃശ്ശൂർ പൂരത്തിന് ആനകളെ നൽകേണ്ടതില്ല എന്നാണ് ആനയുടമകൾ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ആനകളെ പിടിച്ചെടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തിക്കാവുന്ന തരത്തിലുള്ള കർശനമായ നിബന്ധനകളാണ് വനം വകുപ്പ് സർക്കുലറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പിൻവലിക്കാത്ത പക്ഷം തൃശ്ശൂർ പൂരത്തിന് ആനകളെ നൽകേണ്ടത് ഈ സർക്കുലറിലെ എല്ലാ നിബന്ധനകളും പിൻവലിച്ചാൽ മാത്രമേ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. 1-2 നിബന്ധനകൾ പിൻവലിച്ചാൽ ഇത് അനുകൂലിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായും ആന ഉടമകൾ പൂർണ്ണമായും ഈ നിബന്ധനകളെല്ലാം പിൻവലിച്ച് സർക്കുലർ റദ്ദാക്കിയാൽ മാത്രമേ പൂരവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് ആന ഉടമകൾ പറയുന്നതെന്നാണ് ലിഷോയ് തൃശ്ശൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.